അടുത്തത് BNSS സെക്ഷൻ 38 വായിക്കുന്നത്. 38 ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ് ഓഫ് ഹിസ് ചോയ്സ് ഡ്യൂറിങ് ഇൻട്രോഗേഷൻ. അപ്പോൾ ഇതിലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്ത് അവകാശത്തെക്കുറിച്ചാണ്? അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു അഡ്വക്കേറ്റിനെ, പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഇഷ്ടമുള്ളൊരു അഡ്വക്കേറ്റിനെ ഇൻട്രോഗേഷൻ ടൈമിൽ, ചോദ്യം ചെയ്യൽ സമയത്ത് കാണാനുള്ള അവകാശമാണ് 38 പറയുന്നത്. When any person is arrested and interrogated by the police, he shall be entitled to meet an advocate of his choice during interrogation, though not throughout interrogation. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ ഇഷ്ടമുള്ളൊരു അഡ്വക്കേറ്റിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഇൻട്രോഗേഷൻ ടൈമിൽ കാണാനുള്ള അവകാശമുണ്ട്. എങ്കിലും ആ അവകാശത്തിന് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്താണ്? ഇൻട്രോഗേഷൻ്റെ ഫുൾ ടൈമിൽ അഡ്വക്കേറ്റിനെ കാണാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമേ അഡ്വക്കേറ്റിനെ കാണാൻ കഴിയൂ. അതാണ് 38 പറയുന്നത്. അടുത്തത് നോക്കുന്നത് BNSS സെക്ഷൻ 39 കുറിച്ചാണ്. അപ്പം ഈ സെക്ഷൻ 39 എന്ന് പറയുന്നത് നേരത്തെ സെക്ഷൻ 35 സബ്സെക്ഷൻ 2 ഒരു എക്സെപ്ഷനാണ് 39. അത് നേരത്തെ നമ്മൾ നോക്കിയതാണ്. എങ്കിൽ പോലും ഒന്നുകൂടെ അത് ചെറുതായിട്ടേ നോക്കിയിട്ടുള്ളൂ. അപ്പം ഈ പോലീസിൻ്റെ ഏറ്റവും വലിയ അധികാരങ്ങളിലൊന്നാണ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് 35 പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്ത ആളെ മാത്രമേ പോലീസിന് വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. അതിനകത്ത് 2 പറയുന്നത് ഒരു നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്ത വ്യക്തികളെ പോലീസിന് വിത്തൗട്ട് വാറണ്ട് മജിസ്ട്രേറ്റിൻ്റെ മുൻകൂർ അനുമതി കൂടാതെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ 39 പറയുന്നത് പോലീസിൻ്റെ അധികാരത്തെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുന്നൊരു സെക്ഷനാണ് 39. അതിനകത്ത് പറയുന്നത് വെച്ചാൽ ഒരു നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി പോലീസ് ആവശ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരോ അഡ്രസ്സോ തരാൻ വിസമ്മതിക്കുകയാണെങ്കിൽ വിത്തൗട്ട് വാറണ്ട് നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്ത വ്യക്തികളാണെങ്കിൽ പോലും അവരെ അറസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന സെക്ഷനാണ് 39 എന്ന് പറയുന്നത്. അപ്പോൾ പോലീസിൻ്റെ അധികാരം കുറച്ചും കൂടി സ്ട്രോങ് ആക്കുന്നൊരു സെക്ഷനാണ് 39 എന്ന് പറയുന്നത്. അപ്പോൾ അത് വായിക്കാം. 39 ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ഓൺ റെഫ്യൂസൽ ടു ഗീവ് നെയിം ആൻഡ് റെസിഡൻസ്. അതാണ് ഡെഫിനിഷൻ. 39(1) സബ്സെക്ഷൻ 1 പറയുന്നത് വെൻ എനി പേഴ്സൺ ഹൂ ഇൻ ദ പ്രസൻസ് ഓഫ് എ പോലീസ് ഓഫീസർ ഹാസ് കമ്മിറ്റഡ് ഓർ ഹാസ് ബീൻ അക്യൂസ്ഡ് ഓഫ് കമ്മിറ്റിംഗ് എ നോൺ കോഗ്നൈസബിൾ ഒഫൻസ് refuses on demand of such officer to give his name and residence or give a name or residence which such officer has reason to believe to be false, he may be arrested by such officer in order that his name or residence may be ascertained. അതായത് ഒരു നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ചെയ്ത വ്യക്തിയെ പോലീസ് ആവശ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹം നെയിമോ അല്ലെങ്കിൽ റെസിഡൻസോ നൽകാൻ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ നൽകിയ പേരും റെസിഡൻസും തെറ്റാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് ബോധ്യമാവുകയും ചെയ്താൽ ഈ പേരും അഡ്രസ്സും ലഭിക്കുന്നതിന് വേണ്ടി ഈ വ്യക്തിയെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയും. അതാണ് 39 സബ്സെക്ഷൻ 1 പറയുന്നത്. ഇനി രണ്ടാമത് പറയുന്നത് when the true name and residence of such person have been ascertained, he shall be released on a bond or bail bond to appear before a magistrate if so required. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പേരും റെസിഡൻസും കിട്ടിയെങ്കിൽ, ശരിയായ പേരും റെസിഡൻസും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ വെറുതെ വിടാൻ വെച്ചാൽ ഒരു അറസ്റ്റ് നടത്തിയത് കൊണ്ട് ചുമ്മാ വെറുതെ വിടാൻ കഴിയില്ല. ഒന്നെങ്കിൽ ബെയിൽ ബോണ്ട് വഴിയോ അല്ലെങ്കിൽ ബോണ്ട് വഴിയോ ഇദ്ദേഹത്തെ വെറുതെ വിടാം. അതാണ് സബ്സെക്ഷൻ 2 പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് സച്ച് പേഴ്സൺ ഈസ് നോട്ട് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ദ ബെയിൽ ബോണ്ട് ഷാൽ ബി സെക്യൂർഡ് ബൈ എ ഷുവർട്ടി ഓർ ഷുവർട്ടീസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ഇന്ത്യയിൽ താമസമല്ലാത്ത ആളാണെങ്കിൽ ഈ ബെയിൽ ബോണ്ടിൽ ഷുവർട്ടി ആയിട്ട് നിൽക്കേണ്ടത് ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ളൊരു വ്യക്തിയായിരിക്കണം അല്ലെങ്കിൽ വ്യക്തികളായിരിക്കണം. അതാണ് സബ്സെക്ഷൻ 2 പറയുന്നത്. ഇനി 3 പറയുന്നത് ഇഫ് ദ ട്രൂ നെയിം ആൻഡ് റെസിഡൻസ് ഓഫ് സച്ച് പേഴ്സൺ ഈസ് നോട്ട് അസർട്ടൈൻഡ് വിത്തിൻ 24 hours ഫ്രം ദ ടൈം ഓഫ് അറസ്റ്റ് ഓർ ഇഫ് ഹി ഫെയിൽസ് ടു എക്സിക്യൂട്ട് ദ ബോണ്ട് ഓർ ബെയിൽ ബോണ്ട് ഓർ ഇഫ് സോ റിക്വയർഡ് ടു ഫർണിഷ് സഫീഷ്യൻറ്റ് ഷുവർട്ടീസ് ഹി ഷാൽ ഫോർത്ത് be forwarded to the nearest magistrate having jurisdiction. സബ്സെക്ഷൻ 3 പറയുന്നത് ഈ വ്യക്തിയുടെ പേരും റെസിഡൻസും കിട്ടിയില്ല, അതല്ല ഈ പേര് റെസിഡൻസ് കിട്ടി പക്ഷേ ഇദ്ദേഹത്തിന് ജാമ്യ ഷുവർട്ടീസിനോ ജാമ്യ ബോണ്ട് ഒപ്പിടാനോ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഈ ജൂറിസ്ഡിക്ഷനിലുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നാണ് സബ്സെക്ഷൻ 3 പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സെക്ഷൻ 39.